വീട്ടിലേക്ക് അച്ഛനെയും മകളെയും അമ്മയെയും കൊല്ലാനായിട്ട് എത്തിയ ഗുണ്ടകളെ അവര് 3 പേരും കൂടി കൊന്നു കളയുന്നുണ്ട്. അത് മാത്രല്ല വീട്ടില് ബാത്റൂമിന് വേണ്ടി കുഴിച്ച കുഴിയിൽ ഈ 5 പേരെയും അവരിട്ട് മൂടാണ്. ശരിക്കും ഒരു ഗുണ്ടകളെ പറഞ്ഞയച്ചത് തന്നെ വലിയൊരു ക്രിമിനൽ ആയിട്ടുള്ള എബ്രഹാം എന്ന് പറഞ്ഞ ഒരാളായിരുന്നു. ആ എബ്രഹാമിന്റെ പേഴ്സ് ഇപ്പൊ കാണാനില്ല. അതിലൊരു 100 രൂപ ഉണ്ട്. ആ 100 രൂപക്ക് 1000 കോടിയുടെ മൂല്യമാണ് ഉള്ളത്. കാരണം ഈ ഒരു 100 രൂപ ദുബായി കൊണ്ടുപോയി കൊടുത്താൽ മാത്രമേ 1000 കോടിയുടെ ട്രാൻസാക്ഷൻ നടക്കുള്ളായിരുന്നു. ഈ എബ്രഹാം ഇപ്പോ വെളിയിൽ വന്നിരിക്കുന്നത് പോലും ഈ ഒരു ട്രാൻസാക്ഷൻ നടത്താൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഈ ഗുണ്ടകളിൽ ഒരാള് അവന്റെ പേഴ്സ് എടുത്ത് മാറി കൊണ്ടുപോകാണ്. ആ 100 രൂപ നോട്ട് ആ പേഴ്സിലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പൊ ആ ഒരു ഫാമിലിയിലുള്ള എല്ലാവരും കൂടി തല്ലിക്കൊന്ന ആ ഒരാളെ എബ്രഹാമിന് വേണമായിരുന്നു. ഈ സമയത്ത് അവര് അറിയുന്നില്ല ആ 100 രൂപ നോട്ട് ഇനി അവർക്ക് കിട്ടാൻ പോകുന്നില്ലാന്ന്. എങ്ങനെയെങ്കിലും ആ ഒരു 100 രൂപ നോട്ട് കിട്ടണമെന്ന് കരുതിയിട്ട് എബ്രഹാം ഈ പോയ ഗുണ്ടകളെ പറ്റി അന്വേഷിപ്പിക്കാൻ വേണ്ടി വേറെ ആൾക്കാരെ അയക്കുന്നുണ്ട്. അവരുടെ വണ്ടി ഇടയിൽ വെച്ച് പഞ്ചർ ആയതുകൊണ്ട് ആ ഒരു വീട്ടിലേക്ക് അവർ നടന്നായിരുന്നു പോയിരുന്നത്. ഇപ്പൊ അച്ഛനും മകളും അവർക്ക് അവിടുത്തെ കേസ് പിൻവലിക്കാനായി സ്റ്റേഷനിലേക്ക് പോകുന്നുണ്ട്. ആ സമയത്ത് അമ്മ മാത്രം വീട്ടിലുണ്ടായിരുന്നുള്ളൂ. അവള് സീരിയല് ഒച്ചത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ആ വന്ന ആള് വീട്ടിലേക്ക് കയറി നോക്കുന്ന സമയത്ത് അവിടെ സീരിയൽ കണ്ടിരിക്കുന്ന അമ്മയെ കണ്ട അയാളും കരുതാണ് അവരുടെ ആൾക്കാരും, അതായത് ആ ഒരു 5 ഗുണ്ടകളും ഈ ഒരു വീട്ടിലേക്ക് എത്തിയിട്ടില്ലാന്ന്. കാരണം വീടെത്തുന്നതിന് മുന്നേ തന്നെ അവരുടെ കാറ് പഞ്ചറായി കിടക്കുന്നുണ്ട്. പോലീസുകാരായിരിക്കും അവരെ പിടിച്ചുകൊണ്ട് പോയിരിക്കുന്നതെന്ന് അവരും വിചാരിക്കുന്നുണ്ട്. ഇവരുടെ ഒരാളെ വിട്ട് പോലീസ് സ്റ്റേഷനിൽ ആ ആൾക്കാരുണ്ടോ എന്ന് അന്വേഷിക്കുന്നുണ്ടെങ്കിലും പോലീസ് സ്റ്റേഷനിൽ അവരെ കാണാൻ ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ടോബി എന്ന് പറഞ്ഞ ഒരാള് കത്തി കാട്ടി ഭീഷണിപ്പെടുത്തി നിലയുടെ മാല പൊട്ടിക്കാനായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. അതിലൊരു കംപ്ലൈന്റ് ഇല്ലാന്ന് എഴുതി കൊടുക്കാൻ വേണ്ടി നിലയും അച്ഛനും സ്റ്റേഷനിലേക്ക് വന്നിരിക്കുകയാണ്. ഈ സമയത്ത് ഇൻസ്പെക്ടർക്ക് കൃപാകരന്റെ കോള് വരുന്നുണ്ട്. ഇപ്പൊ വന്നല്ലോ 5 പേര് നിലയുടെ വീട്ടിലേക്ക്. അവർ 5 പേരെയും മര്യാദക്ക് വിട്ടോളാനും നിങ്ങളാണ് പിടിച്ചു വെച്ചിരിക്കുന്നതെന്ന് എനിക്കറിയാമെന്നും കൃപാകരൻ പറയുന്നുണ്ട്. പക്ഷേ ഈ ഇൻസ്പെക്ടർക്ക് അവൻ പറയുന്നതൊന്നും മനസ്സിലാവുന്നില്ല. കാരണം അവനല്ലായിരുന്നു അവരെ പിടിച്ചു വെച്ചിരുന്നത്. കൃപാകരൻ ഇപ്പോ ഈ ഇൻസ്പെക്ടറുടെ ഫാമിലിനെ പിടിച്ചു വെച്ച് അവന്റെ മകന്റെ കയ്യിലെല്ലാം സ്ക്രൂ ഡ്രൈവർ കുത്തിക്കയറ്റി ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ഈ വീഡിയോ കണ്ട് ഇൻസ്പെക്ടർ ആകെ പേടിച്ചു പോകാണ്. ടോബിയെ വന്ന അയാൾ ഒരുപാട് തല്ലുന്നുണ്ട്. അത് മാത്രമല്ല തന്റെ ഫാമിലിയെ പിടിച്ചു വെച്ചിരിക്കുന്ന കാര്യം വേറെ ഒരു ഓഫീസറിനോട് അവൻ ഷെയർ ചെയ്യാണ്. ഇപ്പൊ തങ്ങൾ കാരണമാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതെന്ന് നിലയും അവളുടെ അച്ഛനും വിചാരിക്കുന്നുണ്ട്. എബ്രഹാമിന് ഈ ഒരു ഇൻസ്പെക്ടർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അവന്റെ ഫോട്ടോ എല്ലാ പോലീസ് സ്റ്റേഷനിലേക്കും അയച്ചിട്ട് ആരാണെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. ആ സമയത്താണ് ഡിവൈഎസ്പി ആ ഒരു ഫോട്ടോ കണ്ടതിന് ശേഷം ഇവനൊരു വലിയ ക്രിമിനൽ ആണെന്നും ഇവനെ കണ്ടെടുത്ത് വെച്ച് കൊന്നുകളയാനുള്ള ഓർഡർ വരെ ഉണ്ട് എന്നുള്ള കാര്യം പറയുന്നത്. അത് മാത്രമല്ല 16 പോലീസുകാരെയാണ് അവൻ ഒന്നിച്ച് ഒറ്റയടിക്ക് കൊന്നു കളഞ്ഞിട്ടുള്ളത്. വലിയൊരു ഡീലിംഗ് ഇല്ലാതെ ഇവൻ പുറത്തിറങ്ങില്ല. ആ ഒരു ഡീലിംഗ് കഴിഞ്ഞാൽ ഇവൻ എവിടേക്കാണ് പോകുന്നതെന്ന് പോലും ആർക്കും കണ്ടുപിടിക്കാനൊന്നും പറ്റില്ല എന്ന് ഈ ഡിവൈഎസ്പി ഇൻസ്പെക്ടറോട് പറയുന്നുണ്ട്. അപ്പൊ അത്രയും വലിയ ക്രിമിനൽ ഇപ്പൊ പുറത്തിറങ്ങണമെന്നുണ്ടെങ്കിൽ എന്തോ ഒരു വലിയ കാര്യം നടക്കാൻ പോകുന്നുണ്ടെന്ന് അവർക്ക് മനസ്സിലാവാണ്. മാത്രമല്ല എബ്രഹാമിന് ഒരു ഗ്യാങ് ഉണ്ടായിരുന്നില്ല. അവൻ എല്ലാ കാര്യങ്ങളും ഒറ്റക്കാണ് ചെയ്യുന്നത്. ഇപ്പൊ തന്റെ പേഴ്സ് തപ്പി എബ്രഹാം ആരെയും കൂട്ടുപിടിക്കാതെ ഒറ്റക്ക് അത് അന്വേഷിച്ചിട്ട് പോകാണ്. ഇപ്പൊ വീട്ടിലെ ഈ അച്ഛനും മകളും അമ്മയും കൂടി എങ്ങനെയെങ്കിലും ഇൻസ്പെക്ടറുടെ ഫാമിലിയെ രക്ഷിക്കണമെന്ന് കരുതുന്നുണ്ട്. അച്ഛൻ എന്തിനോ വേണ്ടി പുറത്തേക്ക് പോകാൻ നിലയാണ് ആ ടോബി എന്ന് പറഞ്ഞ ആളെ അടിച്ചതെന്നും അവരൊരു കരാട്ട ഫാമിലി ആണെന്നും അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കാണ്. പിന്നീട് അവൻ നിലയുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. പിന്നീട് എന്ത് സംഭവിച്ചെന്ന് അറിയാനായിട്ട് ഇതിന്റെ ഫുൾ പാർട്ട് കാണാൻ താഴെയുള്ള പ്ലേ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി.